കറുത്തവരുടെ കഥകൾ ചരിത്രം എക്കാലത്തും തിരസ്കരിച്ചിട്ടേയുള്ളൂ. അങ്ങനെ തമസ്കരിക്കപ്പെട്ടു പോയ ഒന്നാണ് കരിവള്ളൂർ കൂക്കാനത്തെ മായിലൻ പാലം. കരിവള്ളൂരിൻ്റെയോ കൊടക്കാടിൻ്റെയോ ചരിത്രത്തിൽ മാവിലൻ രാമനും പാലവുമില്ല. കൂക്കാനത്തെ ഭരതൻ മാഷാണ് പാലത്തിൻ്റെയും അതിൻ്റെ പിന്നിലുള്ള ചരിത്രവും പുറത്തു കൊണ്ടുവന്നത്. കൂക്കാനത്തെ മാതമണൽ പാടശേഖരത്തെയും കൊടക്കാട്ടെ ചൂട്ടോം പാടശേഖരത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. കാലങ്ങൾ കടന്നിട്ടും പാലത്തിന് യാതൊരു കേടുപാടുകളും വന്നിട്ടില്ല എന്നത് അക്കാലത്തെ മനുഷ്യരുടെ കഴിവിൻ്റെ അടയാളമാവുകയാണ്. തോട്ടിൻകരകളിൽ പച്ചക്കറി കൃഷിയുടെ സമ്പന്നതയുടെ ഒരു കാലമുണ്ടായിരുന്നു. തോട്ടിലെ വെള്ളം മാത്രമല്ല, ധാരാളം കോവലുകളും അക്കാലത്ത് ഇവിടെ നിർമ്മിച്ചിരുന്നു. കൃഷിയും ആളും ആരവങ്ങളും അക്കാലങ്ങളിൽ ഇവിടം സമ്പന്നമാക്കിയിരുന്നു. അതൊക്കെ എങ്ങോ പോയി മറിഞ്ഞു. അതിൻ്റെ സ്ഥാനത്ത് പലയിടത്തും നാണ്യവിളകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ മായിലം പാലം എന്ന് പറയുന്നത് ഈ രണ്ട് കരക്കാരുടെയും അകൽച്ചയുടെ ഒരു തീർപ്പ് തന്നെയായിരുന്നു. കാരണം ഈ കൊടക്കാട് ഓലാട്ട് ഉള്ള പ്രദേശത്തുകാരുടെ പല ആൾക്കാരുടെയും കൃഷിസ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ ചൂട്ടം പാടശേഖരത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തുള്ള മാതമണൽ പാടശേഖരമായിരുന്നു. അപ്പോൾ അവർക്ക് കൃഷി ആവശ്യത്തിനായിട്ട് ഈ ഭാഗത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഈ പാലം വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു അവശ്യബോധമായിരിക്കാം നാട്ടുകാരുടെ എല്ലാം കൂട്ടായ്മയിൽ ഈ ഒരു പാലം ഉണ്ടായത്. വിനാശകാരികളായ അധിനിവേശ പച്ചകൾ മണ്ണിൻ്റെ വേരറുത്തു തുടങ്ങിയിരിക്കുന്നു. കോൺക്രീറ്റ് സൗധങ്ങൾ ഇവിടേക്ക് ഇനിയും കടന്നു വന്നിട്ടില്ല. അതായിരിക്കാം ഇവിടുത്തെ തണുപ്പിൻ്റെയും ശാന്തതയുടെയും കാരണം. ഇതിൻ്റെ വടക്കേ അറ്റത്താണ് മാവിലൻ രാമനും കുടുംബവും താമസിച്ചിരുന്നത്. വലിയ കുടുംബമായിരുന്നു അത്. ഇവിടെ പൊന്നു വിളയിച്ചിരുന്നത് രാമനും കുടുംബവുമായിരുന്നു. കൂടാതെ കാർഷിക ഉപകരണങ്ങളും മറ്റും നിർമ്മിച്ചും ഉപജീവനം നടത്തിയിരുന്നു. ഒരിക്കൽ ചന്ദൻ്റെ മകൻ കളിക്കുന്നതിനിടയിൽ വീടിന് തീ പിടിച്ചു. വീടിനകത്ത് കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ രക്ഷിക്കാനേ കഴിഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ വെണ്ണീറായി. ഹതാശരായ രാമനും കുടുംബവും എവിടേക്കോ യാത്രയായി. ആ വീടിൻ്റെ തറയും ചുമരും പറമ്പും ഇന്നും ഇവിടെ ബാക്കിയാണ്. ആരും അത് കയ്യേറിയിട്ടില്ല. മായിലൻ പാലവും ഇരുകരകളും വനഭംഗി ചുരത്തുന്ന രാമൻ്റെ പറമ്പും പഴയകാല കാർഷിക സംസ്കാരത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകളായി അവശേഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.